അതാ അനന്തമാഷ മക്കളുവാ. കല്യാണമാണെന്ന് കേട്ടപ്പോ കുടുംബസമേതം കുറ്റിയും പറിച്ചു വന്നിരിക്കുക. നീ ക്ഷണിച്ചിട്ടല്ലേ സുശീല അവര് വന്നത്? ക്ഷണിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷണിച്ചതല്ലേ കുഞ്ഞമ്മേ. എന്ന് വെച്ച് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ അച്ഛാ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ തോന്നുന്നു. നമ്മുടെ കുറച്ച് നേരത്തെയാണോ അച്ഛാ? ഈവനിങ് വന്നാ മതിയായിരുന്നു. വെറുതെ എന്റെ കോളേജ് മുടങ്ങി. നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന എന്തിനാച്ചാ? അങ്ങോട്ട് കയറി ചെല്ലാം. അവിടെ ആരെങ്കിലും കാണും. രഘുവും കൂടി വരട്ടെ എന്ന് കരുതിയാ ഞാൻ. അതുവരെ നമ്മളിവിടെ നിൽക്കണോ അച്ഛാ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പോ. വാ വാ. അവരത് അങ്ങോട്ട്. ആ സച്ചി. മാഷേ നമസ്കാരം. ഇതെന്താ എല്ലാരും അവിടെ തന്നെ നിന്നേ? വാ മാഷേ, അകത്തോട്ടിരിക്കാം. ഞങ്ങൾ കണ്ടില്ലായിരുന്നു കേട്ടോ. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞതാ, ഫ്രണ്ടിൽ എപ്പോഴും ഒരു കണ്ണു വേണമെന്ന്. ഇതുപോലെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വരുമ്പോ സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ മോശമല്ലേ? വേറെ ഓരോ കാര്യങ്ങളില്ലേ മാഷേ, അതുകൊണ്ടാ. എനിക്കറിയാം സാവിത്രി, ഒരു കല്യാണം നടത്തുന്നതിന്റെ ഓട്ടം. ആ മാഷിന്റെ മക്കളെ അവര് വലിച്ച് തലേ വെക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞമ്മ വേഗം വാ, വേഗം വാ, വേഗം വാ. ചടങ്ങൊക്കെ വൈകിട്ടല്ലേ ആരംഭിക്കുള്ളൂ. അതുവരെ എല്ലാവർക്കും പോയി റെസ്റ്റ് എടുക്കാം. ചടങ്ങിന്റെ സമയത്ത് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. റൂമൊക്കെ റെഡിയല്ലേ ഗോകുലേ? എപ്പോഴും റെഡിയായി. എല്ലാവർക്കും ഉള്ള റൂം അറേഞ്ച് ചെയ്തിട്ട് അത് മതി. എന്നാ വരൂ, നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാം. പോവാം. വരൂ. ആ മാഷേ വാ. അല്ല, മാഷും കുടുംബവും ഒക്കെ വരുന്ന നേരമാണോ ഇത്? ഞാൻ വിചാരിച്ചത് എല്ലാവരും ഇന്നലെ രാത്രിയിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങി കല്യാണത്തിന് വരാൻ പറ്റൂന്നാ. അയ്യോ, സുശീലാന്റിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ അതൊന്നും വിളിച്ചു പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഞങ്ങൾ വരില്ലായിരുന്നോ? അത് ശരി. അപ്പോ ക്ഷണിക്കുമ്പോ ഇതൊന്നും പറയാതാണ് ക്ഷണിച്ചത്? അതിലൊന്നും ഒരു കാര്യമില്ല മോനെ. അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കേണ്ട കാര്യം പോലും ഇല്ല. സ്വന്തം കുടുംബത്തിലെ കല്യാണമാണെന്ന് കരുതി അങ്ങ് സഹകരിക്കണം. എനിക്ക് തോന്നുന്നതേ ഇവര് തമ്മിൽ ഇപ്പൊ അങ്ങനെ ഒരു ബന്ധവും അടുപ്പമൊന്നും ഇല്ലെന്നാ. ബന്ധത്തിനൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല കുഞ്ഞമ്മേ. കുഞ്ഞമ്മയ്ക്ക് സുശീലയുടെ വീടുമായിട്ടുള്ളതിനേക്കാളൊക്കെ ഏറെ ബന്ധം ഇപ്പോഴും ഞങ്ങളുടെ വീടുകൾ തമ്മിലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഉണ്ടാവണമല്ലോ. അല്ല, ഞാൻ പിന്നെ നാട്ടില് 4-5 ചിട്ടികൾ നടത്തുന്നോണ്ടേ പിരിവൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. 2 ദിവസത്തെ കളക്ഷൻ കാശേ സുശീലയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ ഞാൻ പോകും. ശരി, മാഷുമക്കളും വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു വലിയ മുറി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി 10-12 പേര് കാണുമല്ലോ. അത്രയും പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള മുറിയൊന്നും അവിടെ ഇല്ലല്ലോ ആന്റി. അല്ല, ഉണ്ടെന്നേ, ഞാൻ കണ്ടതാ. തട്ടുതട്ടായി കുറെ കട്ടിലും നിരനിരയായിട്ട് കുറച്ച് ബാത്റൂമും ഒക്കെ ഉള്ള ഒരു വലിയ ഹോള് ഉണ്ട്. അതെ, അത് ഇവന്റ് മാനേജ്മെന്റിന്റെ വർക്കേഴ്സിന് ഉപയോഗിക്കാനുള്ളതാ. അത് ഡോർമെറ്ററി ആണ്. അവിടെയാണോ മാഷു കുടുംബമൊക്കെ താമസിക്കേണ്ടത്? പോട്ടെ ഗോകുലേ, സുശീലാന്റിയുടെ വിവരക്കേട് നമ്മൾ എത്ര കണ്ടതാ. വിവരക്കേടോ? ഇവക്ക് വിവരമില്ലെന്ന് പറയാൻ നീ ആരാടി? ഞാൻ ആരാണെന്ന് തള്ളിക്ക് അറിയണോ? കാണിക്കേ. ഇവിടെ ഡോർമെറ്ററി അടക്കം നല്ല ക്ലീനാ. സുശീലയ്ക്ക് അത് കണ്ടപ്പോ കൊള്ളാമെന്ന് തോന്നിയെങ്കിലേ നമുക്കാർക്കും സുശീലയെ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അതെ അതെ. പക്ഷേ ആനന്ദം മാഷും കുട്ടികളും ഒക്കെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റുകളെ സുശീലേ. അവർക്കെല്ലാം ആവശ്യമുള്ള AC മുറികളൊക്കെ ഞങ്ങൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? അല്ല, അപ്പോ മാഷും കുടുംബം വന്നത് സച്ചി സാറിന്റെ മകളുടെ കല്യാണത്തിനാണല്ലേ? കല്യാണം എന്ന് പറഞ്ഞാ അത് ആണിന്റെയും പെണ്ണിന്റെയും കൂടി അല്ലേ സുശീല? ഇന്ദുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാ അത് സത്യന്റെയും കൂടിയാണ്. 2 കുടുംബവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമാണ്. അച്ഛാ, നമുക്ക് അങ്ങോട്ട് പോവാച്ചാ. മക്കളൊക്കെ ഉള്ളതാ. നല്ല സൗകര്യമുള്ള മുറി തന്നെ വേണം. ശരി, വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. മോളെ വാ. മാഷേ വന്നോളൂ. ആന്റി വാ. മാഷിനെയും കുടുംബത്തെ സച്ചി സാർ ഏറ്റെടുത്തതേ നിനക്കൊരടിയാണല്ലോ സുശീലെ. സത്യന്റെ ഇന്ദുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കുഞ്ഞമ്മേ. ഈ കൂട്ടുകെട്ട് ഞാൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിരിക്കും.